പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താലി കെട്ടിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ്. കൃഷിന്റെ മുന്നിൽ മാത്രവുമല്ല, കൃഷി കെട്ടിയ താലി അങ്ങനെ അയച്ചു കളയുന്നതിനായി കൺമണി തയ്യാറാകുന്നുമില്ല. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കൃഷും ആകെ പകച്ചു പോകുന്നു. ഇതേ സമയം ഇനി മുതൽ കൺമണിയെ ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ടല്ല, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കാണണം എന്നുള്ള തീരുമാനം സുജ എടുക്കുകയും അത്രയധികം സഹായമാണ് അവൾ ഈ വീടിന് വേണ്ടി ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൃഷിന്റെ അച്ഛൻ സാഗർ അത് ശരി തന്നെയാണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. മറ്റൊരാളും ഈ വീടിന് വേണ്ടി ഇത്രയധികം സഹായം ചെയ്തിട്ടില്ല. ഇതെല്ലാം അവൾ ചെയ്തത് അവളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയേറെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് ശരി തന്നെയാണ്. എന്തായാലും അത് വരുണിൻ്റെ ഭാഗ്യം തന്നെയാണ്. വരുണിൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെയാണ് അവൾ. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. മാത്രവുമല്ല, അവളെ ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്ന് സുജ പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷിനെ മാത്രവുമല്ല, ഇത് കേൾക്കുന്ന കൃപ എനിക്കും ആ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. ഇവിടെ കൺമണി ചേച്ചി മരുമകളായി വന്നാൽ അടിപൊളിയായിരിക്കും. എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ഏറ്റവും നല്ല സുഹൃത്തിനെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയേനെ. പക്ഷേ എന്ത് ചെയ്യാം, ഭാഗ്യമില്ലാതെ പോയി. ഇത് കേൾക്കുന്ന സാഗർ, അതിത്തിരി കൂടിയ ആഗ്രഹമല്ലേ? പക്ഷെ നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. കൺമണിയെ പോലെയുള്ള ഒരു നല്ല ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവൾ വളർന്നു വന്ന സിറ്റുവേഷനാണ് അവളെ ഇത്രയധികം മെച്യൂരിറ്റി ഉള്ള പെൺകുട്ടി ആക്കി മാറ്റിയത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ മെച്യൂരിറ്റിയും വിവേകവുമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനി കൺമണി ഈ വീട്ടിലെ അംഗം തന്നെ ആയിരിക്കും. അവളെ ആരും വേലക്കാരിയായോ ജോലിക്കാരിയായോ കാണുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സാഗർ അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യമെല്ലാം കേട്ടതിനെ തുടർന്ന് കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം കൃഷിന്റെ മുന്നിൽ ബാക്കിയാവുകയും കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് തുറന്നു പറയണമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ വീട്ടുകാർ എങ്ങനെയാകും പ്രതികരിക്കുക എന്നുള്ള ഭയം കൃഷിന്റെ മുന്നിൽ നിന്നതിനെ തുടർന്ന് കൃഷ് ആകെ ഭയന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കൺമണിയാകട്ടെ കൃഷ് കിട്ടിയ താലി മറ്റാരും കാണാതെ തൻ്റെ കഴുത്തിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി കൺമണിക്കുണ്ടാകുന്നത്. കൺമണി കുളിച്ച് തിരികെ വരുമ്പോൾ കഴുത്തിലെ താലി കാണാൻ ഇടയാവുകയാണ്. ധനലക്ഷ്മി അപ്രതീക്ഷിതമായ ഈ സംഭവം ധനലക്ഷ്മിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ധനലക്ഷ്മി കൺമണിയെ അവിടെ വെച്ച് തടയുകയാണ്. മാത്രവുമല്ല, എടി നിന്റെ കഴുത്തിലെന്താ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഞെട്ടിപ്പോകുന്ന കൺമണി കൃഷ് കെട്ടിക്കൊടുത്ത താലി ഒളിപ്പിച്ചു വെക്കുന്നതിനായി ശ്രമിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കുന്ന ധനലക്ഷ്മി, നീ ഒളിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട, എനിക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയുക തന്നെ വേണം. എന്താണ് ആ കഴുത്തിൽ? ആരാണ് ആ താലി കെട്ടിത്തന്നത്? നീ അപ്പോ ഞങ്ങളെ ചതിക്കുകയാണോ? എന്തൊക്കെയാണ് നീ ഒളിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞോ? ഇത് കേൾക്കുന്ന കൺമണി ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന്
എന്നോട് സത്യങ്ങൾ പറയാതെ ഈ വീട്ടിൽ ജീവിക്കാമെന്നുള്ള മോഹമൊന്നും വേണ്ട. ഞാൻ കഴുത്തിൽ പിടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് ഇല്ലല്ലോ എന്ന് ചോദിക്കുകയും എൻ്റെ സ്വഭാവം നിനക്ക് കൃത്യമായി അറിയാമല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ധനലക്ഷ്മി. ഇതേ തുടർന്ന് കൺമണിയുടെ കൈ തട്ടി മാറ്റി നോക്കിയതിനെ തുടർന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് താലിമാല. ഇതോടെ ഞെട്ടിപ്പോകുന്ന അവർ എന്താടി നീ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ തീരൂ. ആരാണ് നിനക്ക് ഈ താലി കഴുത്തിൽ കെട്ടിത്തന്നത്? ഞങ്ങളറിയാതെ എന്താണ് നീ ചെയ്തത്? നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിന്റെ കഴുത്തിൽ എങ്ങനെ താലി വന്നു? സത്യങ്ങൾ നീ പറയുന്നു, അതോ മനോജേട്ടനോടും ശ്രീനിവാസനോടും ഞാൻ ഈ കാര്യം പറയണോ? ധനലക്ഷ്മി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ധനലക്ഷ്മിയോട് ഇപ്പോൾ ഒന്നും പറയരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൺമണി ഞാൻ എല്ലാ സത്യവും തുറന്നു പറയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ആ ശരി നീ പറ എന്ന് ധനലക്ഷ്മി പറയുന്നു. ഇതോടെ അന്ന് കൃഷിന്റെ എൻഗേജ്മെന്റ് ചടങ്ങിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നതിനായി കൺമണി തയ്യാറാവുകയാണ്. മാനസയെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്തതും ഇതേ തുടർന്ന് കൃഷിനെ സംഗീതയും നിഷയും കൂടി പറഞ്ഞു മയക്കി തട്ടിക്കൊണ്ടുപോകുന്നതും പിന്തുടർന്ന് താൻ രക്ഷിക്കുന്നതിനായി അമ്പലത്തിലെത്തിയതും അവിടെ വെച്ച് ഉണ്ടായ പ്രശ്നങ്ങളും കൃഷൊടുവിൽ തൻ്റെ കഴുത്തിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി താലി കെട്ടിയതുമെല്ലാം തുറന്ന് പറയുകയാണ് കൺമണി. ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോകുന്ന ധനലക്ഷ്മി ഇതിപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിൽ തിരിച്ചറിയുന്നു. കോടികളുടെ ഉടമയായ ഒരുവനെയാണ് ഇവൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ കാര്യം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്വത്തുക്കൾ സ്വന്തമാവുകയും ചെയ്യും. ഈ കാര്യം തന്ത്രപൂർവം ഡീൽ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് എന്തായാലും നടന്നത് നടന്നു, ഞാൻ എന്തായാലും കൃഷ്ണനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയും മനോജേട്ടനും അച്ഛനുമെല്ലാം ഈ കാര്യം തൽക്കാലത്തേക്ക് അറിയേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.